ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് വ്ളോഗ്. അപ്പം നമ്മൾ ഇന്ന് വ്ളോഗിൽ ചെയ്യുന്നത് പറക്കാട്ട് റിസോർട്ടിൽ പോയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ്, അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ടു ദ വ്ളോഗ്. അപ്പോൾ നമ്മൾ കാർ എടുത്തിട്ടാണ് പോയത്. നമ്മൾ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഭാരതപ്പുഴയിൽ നിന്ന് കണ്ട വ്യൂ ആണ് ഇട്ടത്. അപ്പോൾ ഞാനത് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ട് നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് പറക്കാട്ടെത്തിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേ ആയിരുന്നു. അവിടുന്ന് നമ്മൾ എത്തിയപ്പോൾ ഭയങ്കര മഴ എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റിനും മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളാണ് പറക്കാടിൻ്റെ ചുറ്റിനും ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം. അപ്പോൾ കയറിയ പാടന്നെ നമ്മൾ റൂമൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നമുക്ക് തരുന്ന ആക്സസറീസ് സാധാരണ നമ്മളിപ്പോൾ വേറെ റിസോർട്ടിലൊന്നും കാണാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കാര്യം നമ്മൾ ഈ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കപ്പിൾ ആയിട്ടാണ് അവർ തരിക. 2 ചപ്പലുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് വൺ ടൈം യൂസ് പോലത്തെ ചപ്പലാണ് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഒരു ചീർപ്പുണ്ടായിരുന്നു. പിന്നെ ബഡ്സും ബാൻഡേജും അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇതും ഉണ്ടായിരുന്നു, ലോണ്ടറി ബാഗിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചാൽ അവർ അലക്കാൻ കൊണ്ടുപോയിക്കോളും. അതിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. ആ റേറ്റൊക്കെ എഴുതിയിട്ടുള്ളൊരു പേപ്പറും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ആവശ്യമാണെങ്കിൽ യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കി നമ്മളെന്തായാലും ലോണ്ടറി ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ സാധാരണ ഉള്ള പോലെ തന്നെ കെറ്റിലും ചായപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര, പിന്നെ വെള്ളം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. താഴത്തൊരു മിനി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കി. അതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിലേക്ക് നോക്കി. അപ്പോൾ ബാത്റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ ബ്രഷ് ഉണ്ടാവുമെന്ന് ഓൾറെഡി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോ ഞാൻ ബ്രഷ് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ബ്രഷ് ഉണ്ടായിരുന്നു, 2 ബ്രഷ്, ഒരു പേസ്റ്റ്, പിന്നെ ഒരു ഹാൻഡ് വാഷ്, പിന്നെ ഒരു ഷവർ ക്യാപ്പ്, പിന്നെ ഒരു ഹൈജീൻ ബാഗ് എന്ന് പറഞ്ഞിട്ടൊരു ബാഗ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹൈജീൻ ബാഗ് പ്ലാസ്റ്റിക് കവർ പോലെ തന്നെയാണുള്ളത്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഷവർ ക്യാപ്പ്, അത്രയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ മോയ്സ്ചറൈസർ, ഷാമ്പൂ, സോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ടവൽ, സാധാ നോർമൽ എല്ലാ റിസോർട്ടിലും ഉണ്ടാവുന്ന പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് കിട്ടിയ റൂമിൽ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന്, ബാൽക്കണീനോട് ചേർന്നിട്ടുള്ള റൂമായതുകൊണ്ട് അവിടെ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടെന്ന് ഡോറിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പം തുറന്ന് ജസ്റ്റ് നോക്കിയാൻ വേണ്ടി തുറന്നതാണ്. അപ്പോൾ വൈകുന്നേര സമയത്ത് എത്തിയതെന്നാണെന്ന് തോന്നുന്നു. കുരങ്ങിനെ നമ്മൾ കണ്ടില്ല, പക്ഷെ പിറ്റേന്ന് രാവിലെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അച്ഛൻ അങ്ങനെ അവിടുത്തെ ഒരു കഥകളീൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ സമയത്ത് അവരെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ പുറത്ത് നമുക്ക് ജീപ്പ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അത് വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേഗം സമയം കളയാതെ അതിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും റെഡിയായി. നമ്മൾ പിള്ളേരും ബാക്കി എല്ലാവരെയും എടുത്തിട്ട് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ ജീപ്പ് ട്രക്കിങ്ങിന് വേണ്ടി പോവാണ്. അത് നമ്മുടെ ഫ്ലോർ ഉണ്ടായിരുന്നത് ഗ്രൗണ്ടിനും താഴെ, ഇത് താഴേക്കാണ് ഇവരുടേത് പോകുന്നത്. ഏറ്റവും ഫസ്റ്റിലുണ്ടാവും റിസപ്ഷൻ, അതിന് താഴേക്കാണ് റൂമുള്ളത്. അപ്പോൾ ഇനിയും താഴേക്ക് പോയിട്ടാണ് ജീപ്പ് ട്രക്കിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും വരുന്നതിനനുസരിച്ച് നമുക്ക് കയറി അങ്ങനെ പോവാം. ഇതൊന്നും പെയ്ഡ് അല്ല, അവിടെ അവരുടെ പെർമിസസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു പ്ലേ ഏരിയ ഉണ്ട് അവിടെ. പിന്നെ അവിടെ തന്നെ ആയിട്ടൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഈ ട്രക്കിങ്ങിന് നിൽക്കുന്നുണ്ട് അവിടെ താഴെയായിട്ടൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പറക്കാട് റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പൂളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൂളിൽ ഇപ്പോൾ എന്തായാലും കയറുന്നില്ല. അവിടുന്ന് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ ട്രക്കിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ആർച്ച് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ. ഡിസംബർ 14, 15, അപ്പോൾ 15-ാം തീയതിയാണ് ആനിവേഴ്സറി. അപ്പോൾ ഞങ്ങൾ അതിനും കൂടെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ജീപ്പ് വരുന്ന കാണുമ്പോൾ തന്നെ പേടിയാവും. ഭയങ്കര കുത്തനുള്ളൊരു ഇറക്കവും കയറ്റമൊക്കെയാണ്. ശരിക്കും ഭയങ്കര സ്കിൽഡായിട്ടാണ് അവരത് ഓടിക്കുന്നത്. അപ്പോൾ ഒരുപാട് തവണ അവരെ സ്റ്റാഫിനെ തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് കുട്ടികൾക്ക് കുറച്ച് ബോറടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ അതിൻ്റെ അവിടെ നേരെ ഫ്രണ്ടിലുള്ള ആ ഒരു പൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഇങ്ങനെ കറങ്ങുന്നൊരിതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം കളിച്ചു. അപ്പോൾ ആമി കുഞ്ഞായതുകൊണ്ട് ആമീനെ ഇങ്ങനെ നമ്മൾ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ആമീനെ കണ്ണേട്ടിനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഇവർ 2 പേരും മാത്രമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവിടെ കുറച്ച് നേരം ബോറടി മാറ്റാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ വൈകുന്നേരം പൂളിലേക്ക് ഇറങ്ങാമെന്ന് സച്ചിനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സച്ചിൻ്റെ മെയിൻ ഉദ്ദേശം റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പൂളിൽ ഇറങ്ങണം എന്നുള്ളതാണ്. അങ്ങനെ ജീപ്പ് വന്നപ്പോൾ നമ്മളെല്ലാവരും കയറി. ഉള്ളിൽ കയറി നമുക്ക് കറക്റ്റ് 6 പേർക്ക് ഇരിക്കാൻ പറ്റും, ഫ്രണ്ടിൽ 2 പേർക്ക്, അങ്ങനെയാണ് ഇരിക്കാൻ പറ്റുക. നമ്മളങ്ങനെ കയറി ഇരുന്ന് വേഗം ജീപ്പിൻ്റെ
സ്ഥലമൊക്കെ പിടിച്ച്, കാരണം അവർ വരലും പോകലൊക്കെ പെട്ടെന്ന് കഴിയും. ഭയങ്കര എന്താ പറയുക, ഒരു കുത്തനുള്ളൊരു ഇറക്കത്തിലൊക്കെ ആയിരുന്നു. നമുക്കിങ്ങനെ അത് മനസ്സിൽ നമ്മളൊരു സൈഡിലേക്ക് ഇങ്ങനെ ജാമായിട്ട് പോകും. അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി കുത്തനെ അങ്ങനെ ഇറങ്ങി ഭയങ്കര ചെറുക്ക് ചെയ്ത് താഴേക്ക് ഇങ്ങനെ പോകും. താഴേക്ക് അവിടേക്ക് പോകുമ്പോഴാണ് അവരുടെ കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഉള്ളത്. അപ്പോൾ ആ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീപ്പിൽ ഇങ്ങനെ ട്രക്കിങ്ങിന് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കുലുങ്ങാതിരിക്കാൻ വേണ്ടി മാക്സിമം പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കൂടെ വീഡിയോ എടുക്കുമ്പോൾ ഈ ജെർക്കിങ് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ താഴെ എത്തി കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഈ സിപ്പ് ലൈനാണ്, സൈക്കിൾ സിപ്പ് ലൈനാണ്. അപ്പോൾ സൈക്കിളിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് ദൂരം വരെ, ഒരു ഇത്തിരി ദൂരം അവിടെ നിന്ന് അങ്ങനെ പോകാൻ പറ്റും. എന്നിട്ട് അപ്പോൾ നമ്മളെല്ലാവരും അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആദ്യം അച്ഛൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അച്ഛനൊക്കെ എല്ലാവർക്കും അതിനെ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനൊക്കെ ചെയ്തിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ തള്ളി വിട്ടിട്ട് നമ്മൾ മാക്സിമം ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. എന്നിട്ട് പിന്നെ തിരിച്ച് റിവേഴ്സ് അവർ ആ ഒരു ലിവർ തന്നെ വലിച്ചിട്ട് നമ്മളെ തിരിച്ച് റിവേഴ്സിലേക്ക് അവർ കൊണ്ടുവരും. അങ്ങനെ നമ്മളെല്ലാവരും സൈക്കിളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അച്ഛൻ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഓരോരുത്തരായിട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് കുറച്ച് ഹൈറ്റ് പേടിയുള്ളവർക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഹൈറ്റ് ഒന്നും വലിയ ഹൈറ്റിലേക്ക് പോകുമെന്ന് തോന്നില്ല. കാരണം നമ്മൾ ഒരേ സ്റ്റഡി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇത് പോയിട്ട് വരാൻ പറ്റും. സച്ചിനും ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവന് കാൽ നീളെത്താത്തതുകൊണ്ട് വലിയ സൈക്കിൾ ആയതുകൊണ്ട് അവന് ആ പെഡൽ ചവിട്ടാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ദൂരം മാത്രമേ പോകാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ അവനത് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കുറച്ച് ദൂരം മാത്രം പോയിട്ട് ഇങ്ങോട്ട് വരലുണ്ട്. പക്ഷെ അവൻ ഭയങ്കര ധൈര്യമായിട്ട് ഞാനും ചെയ്യണം, എനിക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നു. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. അവൻ അങ്ങനെ ഒന്നും ചെയ്ത് നോക്കാമെങ്കിലും തോന്നിയില്ല. പൊതുവെ അവന്റെ ഒരു ഇതിൽ അവന് പൊതുവെ പേടിയാണ്. പക്ഷെ ഇതൊക്കെ അവൻ എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു സച്ചിൻ. അപ്പം അവനെ പോയിട്ട് അപ്പൊ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് എല്ലാവർക്കും തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഓരോരുത്തരായിട്ട് അതൊക്കെ ചെയ്ത് നോക്കി. ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് ചവിട്ടി പോകാനുള്ള ഒരു അത്രയും മാക്സിമം അവർ തള്ളി എടുത്ത് അത്രയും പോവാന്നുള്ളത്, പിന്നെയും ചവിട്ടി മുന്നോട്ട് പോകാനൊന്നും തോന്നിയില്ല. ഇവരെല്ലാവരും ആരെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് മുന്നോട്ട് പോവാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ദൂരത്ത്, കാരണം അവിടെ കാണുന്ന ആ പ്ലാവിലെ മരം തൊട്ടിട്ട് ആ പ്ലാവിലെ ഒരു ഇല പറിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്കൊന്നും എന്തായാലും പോവാൻ പറ്റിയില്ല. മാക്സിമം അത്രയ്ക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. അവിടെ പിന്നെ അവരെ തിരിച്ചു പോയിട്ട് കളിക്കണം എന്തായാലും. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അവര് തിരിച്ച് അതേപോലെ ആ ചേർത്ത് അങ്ങനെ തിരിച്ച് നമുക്ക് ലിവർ വലിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പൊ കുറച്ച് ദൂരമാണ് താഴത്തെ വരെ ജസ്റ്റ് ഒരു റോഡ് അങ്ങനെയുള്ള ഇതാണ് ഉള്ളത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു ചെയ്യുമ്പോൾ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ അമ്മയും ഉണ്ണിമായും എല്ലാരും ചെയ്ത് നോക്കിയിട്ടത്. ഇത് അനിയന്റെ വൈഫാണ് കേട്ടോ. നമ്മള് പിന്നെ അവിടെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ അച്ഛനും അമ്മയും കുറച്ച് ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി വെറുതെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പല രീതിയിൽ പോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരവരുടേതായ രീതിയിൽ വെച്ചുകൊണ്ട് പിള്ളേർക്ക് പിന്നെ ഊഞ്ഞാലാടാനും അങ്ങനെ അത് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരിത്. പിന്നെ ഉണ്ടായിരുന്നത് നമുക്ക് ഈ റോപ്പിന്റെ മുകളിൽ കൂടെ അങ്ങനെ നടക്കുന്നത്, അത് കുട്ടികളെ കയറ്റുന്നുണ്ട്. അപ്പൊ ചിക്കു ആമീനെ എടുത്ത് കയറാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു കുട്ടികളെ കൊണ്ട് കയറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആമീനെ ഞങ്ങൾ തിരിച്ചു വാങ്ങിച്ചു. എന്നിട്ട് അവര് 4 പേര് ആദ്യം പോയിട്ട് പിന്നെയാണ് നമ്മള് കുട്ടികളെ കൊണ്ടിട്ട് നമ്മൾ താഴെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നത്. കാരണം കുട്ടികൾക്ക് അത് സേഫ് അല്ലാത്തത് കൊണ്ടായിരിക്കും അവരത് ചെയ്യണ്ടെന്ന് പറയുന്നത്. കുട്ടികൾ 2 പേരെയും കയറ്റിയിട്ടില്ല. അപ്പൊ അവരാദ്യം അങ്ങോട്ട് പോയിട്ട് വരുന്നവര് നമ്മള് അവിടെ താഴെ വെച്ചിട്ട് താഴെ നമുക്ക് ചായ കുടിക്കാനൊക്കെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പൊ അവിടുന്ന് ചായ ചെറിയ കടികളൊക്കെ കിട്ടും, ഹോർലിക്സ്, ബൂസ്റ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവര് പോകുന്നതൊക്കെ നോക്കി അവര് പോകുന്നതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് താഴെ 2 ചായയും ബൂസ്റ്റും കുടിച്ചെങ്കിൽ നമ്മൾ അവിടെ കുറച്ചു നേരം ചില്ല് ചെയ്ത് അങ്ങനെ ഇരുന്നു. അവിടുന്ന് ആ തണുപ്പത്ത് നല്ല തണുപ്പെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും
ചെറിയ തണുപ്പത്താണെങ്കിലും ചായ കിട്ടിയപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. സച്ചിൻ ഒക്കെ ഫുഡൊക്കെ കഴിച്ചാണ് ഇവര് വന്ന്. ഇവര് വന്നിട്ട് ഞങ്ങൾ ഹോർലിക്സ് ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞാനും കണ്ണനും കൂടി ആ റോപ്പില് കയറിയിട്ട് അങ്ങോട്ടേക്ക് അവന്റെ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ എത്തി കഴിഞ്ഞാൽ അവിടെ ഉള്ളത് കേവ് ഹൗസ് ആണ് കേട്ടോ. ഈ കേവ് ഹൗസിൽ ആൾക്കാർ താമസിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ള ഒരു റൂമാണ് ഇവിടുത്തെ കേവ് ഹൗസ് എന്ന് പറയുന്നത്. കേവിന്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ച പോലെയാണ്. പക്ഷെ അതിന് എന്താ പറയാ 35 അങ്ങനെ എന്തോ റേഞ്ച് ഉണ്ട്. ശരിക്കും അതിന് വലിയൊരു കേവ് ആയിട്ട് അങ്ങനെ തോന്നില്ല. നമ്മൾ ലാസ്റ്റ് കാണിക്കാം കേട്ടോ, കേവ് ഹൗസിനെ പറ്റി കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് കയറി നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആ കേവ് ഹൗസിന്റെ അവിടേക്ക് പോകാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞ് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ജീപ്പ് തന്നെയുള്ളൂ കേട്ടോ മാർഗം. അപ്പൊ ജീപ്പിൽ തന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരണം. പിന്നെ രാത്രി നമ്മൾ ഡിന്നർ കഴിക്കാൻ പറ്റും. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഫുഡ്. എനിക്ക് മെയിൻ ഹൈലൈറ്റ് ഫുഡാണ്. അപ്പൊ രാത്രി ഡിന്നർ കോംപ്ലിമെന്ററി അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി അല്ല. അപ്പൊ അവർ പറഞ്ഞ ബുഫേ ഉണ്ട്. പിന്നെ ഓർഡർ ചെയ്യാൻ പറ്റുന്നവർക്ക് പിന്നെ മനസ്സിലായി. ഞങ്ങൾ ആദ്യം വിചാരിച്ച ബുഫേ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരാൾക്ക് ബുഫയ്ക്ക് 800 ചാർജ് വരുന്നുണ്ട്. ആദ്യം അവർ 850 എന്തോ പറഞ്ഞു. നമ്മൾ 6 പേരുള്ളത് കൊണ്ട് അവർ 800 തരാന്ന് പറഞ്ഞു. ഞാനും കണ്ടിട്ട് ബുഫേ എടുക്കാം. എന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞിട്ട് നോക്കിട്ട് ചെയ്യാം. കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ ബുഫേ എടുത്തിട്ട് വെറുതെ ഇത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ ഫുഡ് ഇതാക്കി കഴിഞ്ഞത് വെറുതെ വേസ്റ്റ് ആയി പോകുന്നത്. കാരണം അവിടെ അത്രയും ഫുഡൊന്നും കഴിക്കില്ല രാത്രിയൊന്നും പ്രത്യേകിച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് നോക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ രണ്ടുപേരും ആദ്യം കയറി. കുട്ടികൾക്ക് എടുക്കേണ്ടാത്തത് കൊണ്ട് പിന്നെ നമ്മൾ 4 പേര് ഏകദേശം കഴിച്ചതൊന്നും നമുക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം നമ്മളത്ര ലാഭമാണ് നഷ്ടമാണോ നോക്കുന്നത്. നമുക്ക് ആ ഏറ്റവും കുഴപ്പമില്ലാതായിട്ട് തോന്നി. പല ടൈപ്സ് ആണ്. സൂപ്പ് സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു, എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, കടായി ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയായിരുന്നു, വെജിറ്റബിൾസ് തന്നെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് പൊരിച്ചത്, അങ്ങനെ ദാൽ കറി, വെജിറ്റബിൾ സ്റ്റൂ, അങ്ങനെ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. 800 ഓക്കെ ആണ്. പക്ഷെ നമുക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താലേ അത്യാവശ്യം നമ്മൾ ഫുഡ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കത് വർത്താക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് കേട്ടോ. അപ്പൊ പൊറോട്ടയൊന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല. കാണുമ്പോ തന്നെ ഞാൻ തോട്ടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. നമ്മൾ മെയിനായിട്ടും ഫ്രൈഡ് റൈസ് തന്നെയാണ് എടുത്തത്. ചപ്പാത്തി ഉണ്ടായിരുന്നു. ചപ്പാത്തിയൊക്കെ ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ലെമൺ റൈസ് ഉണ്ടായിരുന്നു. അപ്പൊ ലെമൺ റൈസ് ഒക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തെന്ന് വിചാരിച്ച സാധനമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കഴിച്ചു. പേര് പോലുള്ള ലെമണിന്റെ അതേ പുളിയാണ് ഇതിനുള്ളത്. പിന്നെ ഇനിയിപ്പോ അത് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ വെജ് ബിരിയാണി ഉണ്ട്. നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക്. പക്ഷെ നമ്മൾ വരുന്ന കറക്റ്റ് സമയത്ത് ക്യാമ്പ് ഫയർ ഓഫ് ആയി. 9 മണി വരെ ക്യാമ്പ് ഫയർ ഉള്ളു. അപ്പൊ നമ്മൾ 10 മണിയാണ് വിചാരിച്ചത്. അതുകൊണ്ട് നമുക്കത് കയറാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ചടുത്ത് അതേപോലെ ഇറങ്ങി കുട്ടികളെ ഇതിൽ കയറി, റൈഡിലൊക്കെ കയറി. ഇവരെല്ലാരും കയറുന്നുണ്ട്. എനിക്ക് ഹൈറ്റ് ഒക്കെ ശരിയായിട്ട് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം പോയുള്ളൂ. എനിക്കത് കംപ്ലീറ്റ് ആയിട്ടും അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുന്നില്ലായിരുന്നില്ല. ഇവര് കുറെ നേരം അതിലിങ്ങനെ കളിച്ചു. റൈഡിലൊന്നും നമുക്ക് കുറച്ച് വലിയ ആൾക്കാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പൊ അവര് നല്ലപോലെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് അത് കളിച്ച സമയം പോക്കാൻ വേണ്ടിയിട്ട് ഉള്ള നല്ലൊരു ടൈമായി അത്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം കൂടെ അവിടെ സെറ്റ് ചെയ്ത് ക്യാമ്പ് ഫയറിന്റെ ഡാൻസും പാട്ടൊക്കെ നമ്മൾ കുറച്ചു നേരം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സമയം വൈകി പോയത് കൊണ്ട് മാത്രം നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റ് നേരം നിന്ന് കറക്റ്റ് 9 മണിക്ക് നമ്മൾ അവിടെ എത്തി. നമുക്കത് മിസ്സായിപ്പോയി. മെയിനായിട്ടും ഈ റിസോർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാല് ഈ പാർക്കൊക്കെയാണ് കേട്ടോ മെയിനായിട്ടും ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ അതിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് അമിക്കും അങ്ങനെ തന്നെ. അങ്ങനെ പക്ഷെ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഒറ്റയ്ക്ക് കളിക്കാൻ വിടാൻ ആവാത്തതുകൊണ്ട് ആമയെ കുറച്ച് പേര് അവിടെ നിന്ന്. അപ്പൊ ആമയെ തന്നെ അവിടെ തന്നെ ക്ലോസ് അടിക്കുന്നുണ്ടായിരുന്നു. ആമി പറഞ്ഞിട്ട് പിന്നെ നമ്മളെ പോയി കിടക്കാം. അപ്പൊ നൈറ്റ് 12 മണിക്ക് നമ്മൾ അച്ഛനും അമ്മയ്ക്കും സർപ്രൈസ് ആയിട്ട് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് തന്നെ വിളിച്ച് കേക്ക് പറയായിരുന്നു, നമുക്ക് വരുമ്പോ ഒരു കേക്ക് വേണമെന്ന്. അവരുടെ കേക്കിന് കുറച്ച് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഡബിൾ റേറ്റ് ആണ്. എന്നാലും കുഴപ്പമില്ല, കേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മള് കുറെ പ്രാവശ്യം വെച്ചിട്ട് അവരെ അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഉറങ്ങി പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുറെ പല്ലൊക്കെ അടിച്ച് കുറെ നേരം തട്ടി വിളിച്ചപ്പോഴാണ് അവർ അറിഞ്ഞത്. നമ്മളെ കാണാതിരിക്കാൻ വേണ്ടി ഡോറിന്റെ ഇതൊക്കെ അടച്ചിട്ടാണ് അവരോട് ഡോറ് തുറക്കാൻ പറഞ്ഞതാണ്. ഞങ്ങൾ ഡോറ് തുറന്ന് ആർക്കാട് സംഭവം മനസ്സിലായി. കാരണം പകുതി ഉറക്കത്തിലായിരുന്നു തോന്നുന്നു. അങ്ങനെ അവര് കേക്ക് വെക്കാൻ ആകെ സർപ്രൈസ്ഡ് ആയി. അവർ തീരെ പ്രതീക്ഷയില്ലായിരുന്നു അത്. അപ്പൊ 33rd ആനിവേഴ്സറി ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാരും കൂടി കേക്കൊക്കെ മുറിച്ച്, ഉറക്കച്ചാണ്ടിലാണെങ്കിൽ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ബാക്കി കേക്ക് നമ്മൾ ഫ്രീജിൽ വെച്ചിട്ട് നാളെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു.
നമ്മളിങ്ങനെ ആനിവേഴ്സറി ഒക്കെ പാടി കേക്ക് മുറിച്ച്. ഇതൊരു മോക്കാനായിട്ട് നല്ല കേക്കാട്ടോ, നമ്മൾ അതുവരെ കഴിക്കാത്ത കേക്കായിരുന്നു, ഫ്ലേവർ ആയിരുന്നു. അപ്പൊ ടേസ്റ്റ് ഉണ്ട് അത്. ശരി, നമ്മൾ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു ഡബിൾ റേറ്റ് ആണ് അവിടെ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ ഹാപ്പി ആയിട്ട് കേക്ക് ഒക്കെ മുറിച്ചു. പിന്നെ അവന്റെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞു. നമ്മള് പിന്നെ തിരിച്ച് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോന്നു. പിന്നെ രാവിലെ ആയപ്പം 7 ഒക്കെ ആയപ്പോ എഴുന്നേറ്റ് നമ്മള് പതുക്കെ രാവിലത്തെ എങ്ങനെയാണ് സണ്ണൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഇതൊക്കെ അവിടെ ശരിക്കും അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഭംഗി എനിക്ക് അവിടെ തോന്നിയില്ല. ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിരുന്നു. അപ്പൊ കുറെ സംഭവങ്ങൾ അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള കുറെ പ്ലേസസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഭംഗിയാണ് അതിനുള്ളത്. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ നമ്മള് പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് പുറത്തുനിന്നുള്ള ഫോട്ടോസും വീഡിയോസും രാവിലെ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഞാനാണ് ആദ്യം പോയത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കോംപ്ലിമെന്ററി ആയിരുന്നു. നമുക്ക് ഓൾറെഡി അറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ ഏറ്റവും വലിയ മെനു ഉള്ളത് അവിടെയാണ്. പല ടൈപ്പ് ഓഫ് ചട്നീസ് ഉണ്ടായിരുന്നു. മുളക് ബജി, പിന്നെ സേമിയ ഉപ്പുമാവ്, പിന്നെ ഉണ്ടായിരുന്നത് എന്താണ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഇത് എന്താ പറയാ പൊട്ടറ്റോ ഫ്രൈ. ഇത് രാത്രി ഉണ്ടായിരുന്നത് തന്നെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ആലു പൊറാട്ട ഉണ്ടായിരുന്നു. പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. പഴങ്കഞ്ഞി നല്ല ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും ഇത്രയും ഫുഡ് ഉണ്ടെങ്കിലും പഴങ്കഞ്ഞി എനിക്ക് നല്ല സുഖമായിരുന്നു. പിന്നെ അതുപോലെ പൂരി ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, ആലു കറി ഉണ്ടായിരുന്നു. പിന്നെ ഇത് വടയാണ്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വടയുടെ ഷേപ്പ് അല്ലാതെ മാത്രം. പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ പുഡിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഡ്ഡലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ടേസ്റ്റ് വൈസ് ഇഡ്ഡലി പൂരിയൊക്കെ നന്നായിരുന്നു. പക്ഷെ രാവിലെ പൂരി കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല. അത് ഇഡ്ഡലി അധികം കഴിച്ചത്. പിന്നെ പാൽക്കൊഴുക്കട്ട ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ നൈറ്റ് ചോദിച്ചിരുന്നു എന്തായിരുന്നു നോൺ വെജ് ഉണ്ടാവുമോ എന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പൊ അവർ പറഞ്ഞു ഒരു ചിക്കൻ കറി, ഓംലെറ്റ്, അങ്ങനെ ഒരു ലൈവ് കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അതിന് രാത്രി ലൈവ് കിച്ചൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ദോശയുണ്ട്, ദോശയും ചിക്കൻ കറിയും. ദോശയല്ല, കള്ളപ്പമായിരുന്നു ഇത്. അങ്ങനെ പിന്നെ ഉണ്ടായിരുന്ന സാധാരണ പോലെ ബ്രെഡ് ബട്ടർ ജാം ഉണ്ടായിരുന്നു. പിന്നെ ടീ, കോഫി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷേക്ക് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഷേക്കും ഒരു വാട്ടർമെലൺ ജ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ നമ്മളൊക്കെ കുടിക്കാറില്ലേ ഈ ചെറുനാരങ്ങയൊക്കെ മുറിച്ചിട്ട് അങ്ങനത്തെ ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ രാത്രി ബ്രേക്ക്ഫാസ്റ്റ് രാത്രി മെസ്സി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിക്ക് ഡിന്നറിനകത്തും ഈ ലൈവ് കിച്ചൺ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ പല ടൈപ്പ് ഓഫ് കേക്ക്സ് ഉണ്ടായിരുന്നു. രാവിലെ കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. രാവിലെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ഫുള്ള് ബ്രെഡ് ഐറ്റംസ് ആണ്. ബ്രെഡ് ഐറ്റംസ് പിന്നെ പല ടൈപ്പ് സാധനം, പല ടൈപ്പ് ഓഫ് കേക്ക്, ബാദുഷ, അങ്ങനത്തെ കാര്യങ്ങൾ, പല ടൈപ്പിലുള്ള കേക്കുകൾ. അത് ഓരോന്നിനും ഓരോ പേരാണ്. പിന്നെ ക്രീം ബൺ ഉണ്ടായിരുന്നു, കപ്പ് കേക്ക് ഉണ്ടായിരുന്നു, ക്യാരറ്റ് കേക്ക് ഉണ്ടായിരുന്നു, പല ടൈപ്പ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ അണ്ടിപ്പരിപ്പ്, പലതരത്തിലുള്ള പരിപ്പുകൾ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു, ചെറി ഉണ്ടായിരുന്നു, പോപ്കോൺ ഉണ്ടായിരുന്നു, മുട്ടിലിട്ടതുണ്ടായിരുന്നു. അപ്പൊ അവരുടെ തന്നെ മെനുവിൽ അവർ ഓൾറെഡി പറയും 100+ സ്പ്രെഡ്സ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവരുടെ കോംപ്ലിമെന്ററി. അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പക്ഷെ എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഞാൻ ഓരോന്നും എടുത്ത് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ ഓരോന്നും എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എടുക്കുമ്പോൾ ഞാൻ രാവിലെ ഏകദേശം ഒരു 1 hour കൂടുതൽ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കതൊന്ന് ഫുൾ ആയിട്ട് എന്തൊക്കെ ഫുഡ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ലൈവ് കിച്ചണിൽ നമുക്ക് ദോശ, മസാല ദോശ, നോർമൽ ദോശ, പിന്നെ ബോയിൽഡ് എഗ്, പിന്നെ ഓംലെറ്റ്, അത്രയാണ് അവർ ഉണ്ടാക്കി തരാം. അവിടെ തന്നെയാണ് ചായ ഉള്ളത് കേട്ടോ. നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നന്നായിട്ട് എനിക്ക് രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നേരത്തേക്ക് നമുക്ക് വിശക്കില്ല. അത്രയ്ക്ക് സാധനം കഴിക്കാനുണ്ട്. അതൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ബൈ ബൈ.